ശ്രീലങ്കയ്ക്കെതിരായ T20 ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഇന്നലെയാണ് BCCI പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 3 ദിവസമായി ടീം പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള ചർച്ചയിലായിരുന്നു BCCI. സീനിയർ താരങ്ങളുടെ അഭാവത്തിൽ ജൂനിയർ താരങ്ങളായിരിക്കും ശ്രീലങ്കൻ സീരീസിനായി എത്തുക എന്നുള്ള റിപ്പോർട്ടാണ് ആദ്യം എത്തിയിരുന്നത്. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, സീനിയർ താരമായ വിരാട് കോഹ്ലി, സീനിയർ പേസർ ജസ്പ്രീത് ബുംറ എന്നിവർ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയ്ക്ക് ഉണ്ടാകില്ല എന്നാണ് നേരത്തെ റിപ്പോർട്ടുകളിൽ വന്നിരുന്നത്. എന്നാൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പരമ്പരയ്ക്ക് അവൈലബിൾ ആക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് പുതിയ ടീം ഇന്ത്യയുടെ പരിശീലകൻ ഗൗതം ഗംഭീർ മുന്നോട്ട് വെച്ചിരുന്നു. T20 ലോകകപ്പ് വിജയിച്ച സാഹചര്യത്തിൽ സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിക്കുന്നത് സാധാരണയായ കാര്യമായിരുന്നു. എന്നാൽ ഇവിടെ ഗംഭീർ ഇടപെട്ടതിന് ശേഷമാണ് സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇപ്പോൾ പരമ്പരയ്ക്കായി അവൈലബിൾ ആയിരിക്കുന്നത്. തനിക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ പ്ലേയിങ് കോമ്പിനേഷനുകളും പരിഗണിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ICC ടൂർണമെന്റുകൾക്കായി തയ്യാറാകണം എന്നാണ് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ ഈ ഒരു നീക്കത്തിന് മുന്നോടിയായി പറഞ്ഞത്. ശേഷം കോഹ്ലിയും രോഹിത് ശർമ്മയും ഏകദിന പരമ്പരയ്ക്കായി തയ്യാറാകുകയായിരുന്നു. എന്നാൽ ഈ ടീം സെലക്ഷനിൽ പല വിമർശനങ്ങളാണ് ഇപ്പോൾ നേരിടേണ്ടതായി വരുന്നത്. കഴിവുള്ള താരങ്ങളെ പുറത്താക്കിയതിന്റെ പേരിൽ ടീം സെലക്ഷന് BCCI പഴി കേൾക്കുന്നുണ്ട്. ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കിയത് തന്നെയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ആദ്യത്തെ കാര്യം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എല്ലാ കണക്കുകളിലും ശുഭ്മാൻ ഗില്ലിനേക്കാൾ ഒരു പടി മുൻപന്തിയിൽ നിൽക്കുന്നത് ഋതുരാജ് ഗെയ്ക്വാദാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകൻ കൂടിയായ ഋതുരാജ് ഗെയ്ക്വാദിനെ മികച്ച പ്രകടനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഏകദിന T20 സ്ക്വാഡിലേക്ക് പരിഗണിച്ചില്ല എന്നാണ് ആരാധകരുടെ പക്ഷം. ഇവിടെ കഴിവ് മാത്രമല്ല, മറ്റു പലതും ടീം സെലക്ഷന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നാണ് ആരാധകർ വിമർശിക്കുന്നത്. സമാനമായി തന്നെയാണ് സഞ്ജു സാംസന്റെ കാര്യവും ചർച്ചയ്ക്കെത്തുന്നത്. ഏകദിനത്തിലെ കണക്കെടുത്താൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ വിക്കറ്റ് കീപ്പർമാരിലും ഏറ്റവും നല്ല ബാറ്റിംഗ് ശരാശരിയാണ് സഞ്ജു സാംസന്റേത്. ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായ ഋഷഭ് പന്തിനേക്കാളും KL രാഹുലിനേക്കാളും ഇഷാൻ കിഷനേക്കാളും വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ സഞ്ജുവിനാണ് ബാറ്റിംഗ് ആവറേജ് കൂടുതൽ. താൻ കളിച്ച അവസാന ഏകദിന മത്സരത്തിൽ സഞ്ജു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടിയിട്ടും ഈ ഏകദിന പരമ്പരയിൽ സഞ്ജുവിനെ ഒഴിവാക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ ചാമ്പ്യൻസ് ട്രോഫിക്ക് സഞ്ജു ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരിക്കില്ല എന്നുള്ളൊരു സൂചന തന്നെയാണ് ഈ ടീം സെലക്ഷൻ നൽകുന്നത്. അതേപോലെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസി നൽകാത്തതും ഗംഭീറിന്റെ ഒരു തീരുമാനമായി തന്നെയാണ് ഇവിടെ പറയുന്നത്. ഹാർദിക്കിന്റെ ഫിറ്റ്നസ് പരിഗണിക്കണമെന്നാണ് ഗംഭീർ ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കാനുള്ള BCCI നീക്കത്തിനെതിരെ പ്രതികരിച്ചത്. അടിക്കടി പരമ്പര നഷ്ടമാകുന്നത് ഇന്ത്യയുടെ ക്യാപ്റ്റൻസിയെ ബാധിക്കും. വിശ്രമം അനുവദിക്കുക എന്നുള്ളത് തന്റെ നിഘണ്ടുവിൽ ഉള്ള കാര്യമല്ല. ഫോമിലുള്ള താരങ്ങളെ ഒരു ഫോർമാറ്റിൽ മാത്രം ഒതുക്കി കളയുവാനായി താൻ ഉദ്ദേശിക്കുന്നില്ല. ഫോം ഉണ്ടെങ്കിൽ താരങ്ങൾ എല്ലാ ഫോർമാറ്റിലും കളിക്കണമെന്നാണ് ഗംഭീർ പരിശീലകനായ ശേഷം പ്രതികരിച്ചിരുന്നത്. ഇതിനുശേഷമാണ് BCCI സൂര്യകുമാർ യാദവുമായി ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയത്. തീർച്ചയായിട്ടും ഒരു കംപ്ലീറ്റ് ചേഞ്ചിന് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ഇവിടെ തയ്യാറെടുക്കുന്നത്. ഗംഭീറിന്റെ പുതിയ പരിശീലനത്തിന് കീഴിൽ ടീം ഇന്ത്യ ഇനി എന്തൊക്കെ മാറ്റങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് എന്ന് കണ്ടറിയേണ്ട കാര്യമായി മാറുന്നുണ്ട്.